നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം, ഈ തിരുനാളിൻ്റെ 2-ാം ദിവസം കർത്താവേ, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പ്രയാസകരമായ ഈ കൊറോണയുടെ കാലത്തും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയെ ഓർത്ത് നിനക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, തിരുനാളിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ നിന്റെ കൃപാകടാക്ഷം ഞങ്ങൾക്ക് മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടവകയിലുള്ള രോഗികളായ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം ക്ലേശിക്കുന്ന ഓരോ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും രോഗങ്ങൾ മൂലമോ ശാരീരിക അസ്വസ്ഥതകൾ മൂലമോ പ്രയാസപ്പെടുന്നെങ്കിൽ കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയുടെ സമയത്ത് ആണിപ്പാടുള്ള നിന്റെ കരങ്ങൾ അവരുടെ മേൽ നീട്ടി അവരെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നാളെ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ആവശ്യമായ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി ഞങ്ങളെ നീ ഒരുക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നലെ ദൈവവചനത്തിൽ കേട്ടതുപോലെ ധനികനായ യുവാവ് യേശുവിനെ പിൻചെല്ലാൻ അവന് വേണ്ടി സമ്പാദിച്ച അവന്റെ സ്വത്ത് അവനൊരു പ്രയാസമായതുപോലെ, തടസ്സമായതുപോലെ നിന്റെ പാതകളെ പിൻചെല്ലുവാൻ ദൈവരാജ്യത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയെ മുടക്കം വരുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള സമ്പാദ്യമോ പാപ സാഹചര്യങ്ങളോ പാപങ്ങളോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ 30, 60, 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയ വയലുകളെ നീ ഉഴുതി ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വിളനിലമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേരാൻ സാധിക്കാതെ ആയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി മാനസികമായി ഞങ്ങളോടൊപ്പം അവരുടെ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഇടവകയിലുള്ള പ്രായമായ എല്ലാ സഹോദരി സഹോദരങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രായാധിക്യത്തിന്റെ അവശതകളും മാനസികമായ പിരിമുറുക്കങ്ങളും എല്ലാം നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളെന്ന നിലയിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷമോ സമാധാനമോ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നേ ദിവസം മുതൽ കർത്താവേ, ജ്ഞാനത്തിലും പ്രായത്തിലും അവരുടെ പ്രീതിയിലും വളർന്നു വരത്തക്ക രീതിയിലുള്ള കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരോടെങ്കിലും വിദ്വേഷമോ വൈരാഗ്യമോ വെറുപ്പോ എന്തെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളായ അവരെ മനസ്സിലാക്കി സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
അവരുടെ പിതാവെന്ന നിലയിൽ, മാതാവെന്ന നിലയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുർമാതൃകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളിതാ ഈ സമയം നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുകയാണ്. കർത്താവേ, നിന്റെ മക്കളായ അവരെ മാറ്റി ദൈവികമായ പാതയിലൂടെ അവരെ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ട് മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിവാഹ ആലോചനകൾ വന്നിട്ടും വിവാഹം നടക്കാതെ വളരെ മാനസിക പ്രയാസങ്ങളോട് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബപരമായ വഴക്കുകൾ മൂലം സമാധാനം നഷ്ടപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എല്ലാവരുടെയും ജീവിതത്തിൽ നിന്റെ വലിയ പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നീ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹായെ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായിരുന്നു കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ ആരുടെ വിലാവിൽ കൈവച്ചുകൊണ്ട് എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് അരുളി ചെയ്തുവോ ആ യേശുക്രിസ്തുവിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ തിരുക്കുമാരനോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തിന്റെ 2ാം ദിവസമായ ഇന്നലെ നാം ചിന്തിച്ച വേദഭാഗവുമായി ബന്ധപ്പെട്ട് പ്രായോഗികമായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ വേദഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയുണ്ടായി. ധനികനായ യുവാവ് ദൈവരാജ്യത്തിലേക്കുള്ള നിത്യജീവനിലേക്കുള്ള വഴി ചോദിച്ച് യേശുവിന്റെ മുമ്പിൽ വരുമ്പോൾ ദൈവത്തെക്കാൾ അധികമായി അവൻ എന്തിനെ സ്നേഹിച്ചുവോ ആ സമ്പാദ്യത്തെ, ആ ജീവിതാവസ്ഥയെ, ആ വ്യക്തിത്വത്തെ ഉപേക്ഷിക്കാൻ യേശു അവനോട് ആവശ്യപ്പെടുമ്പോൾ അത് ഉപേക്ഷിക്കാനുള്ള വൈമനസ്യത്തോടെ അവൻ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നാം ഇന്നലെ കണ്ടത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അറിഞ്ഞുകൊള്ളുക, ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിൽ നീർത്തപ്പെടണമെങ്കിൽ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശു തമ്പുരാന്റെ കൂടെ നീ നടക്കണമെങ്കിൽ യേശുവിനേക്കാൾ അധികമായി, ദൈവത്തെക്കാൾ അധികമായി നീ യാതൊന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. അഥവാ സ്നേഹിക്കുകയാണെങ്കിൽ എപ്പോൾ അവൻ നിന്നോട് അത് ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നവോ അപ്പോൾ അത് അവന് വേണ്ടി ഉപേക്ഷിക്കാനുള്ള ആർജവത്വം, വ്യക്തിത്വം നിനക്ക് ഉണ്ടോ എന്ന് നാം പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ നാം ചെയ്യുന്ന ചില പ്രവൃത്തികളല്ല ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ അഡ്മിഷന്റെ ക്രൈറ്റീരിയ, മാനദണ്ഡം. അത് നമ്മുടെ വ്യക്തിത്വമാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങളും 2 തട്ടിലിരിക്കുമ്പോൾ നീ ആരെ ചൂസ് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ദൈവരാജ്യത്തിലേക്കുള്ള നിന്റെ എൻട്രിയുടെ മാനദണ്ഡം നിശ്ചയിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ദൈവരാജ്യത്തിലേക്കുള്ള ആ വഴി കണ്ടെത്തുകയുണ്ടായി. ദൈവത്തിനു വേണ്ടി എല്ലാം നീ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ എന്ന് പറയാൻ നീ തയ്യാറാണോ? അതാണ് നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ വഴി, നിത്യജീവനിലേക്കുള്ള നമ്മുടെ വഴി, സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ വഴി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്നത് ഈ ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ വഴിയിലൂടെയാണോ നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളെല്ലാം പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നവരാണ്, വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുന്നവരാണ്.
നല്ല കത്തോലിക്കരാണെന്നുള്ള ലേബലുള്ളവരാണ്. പക്ഷേ നാം ഇന്നലെ കണ്ടതുപോലെ ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിലാണോ നീ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി വലിയ ദൈവശാസ്ത്ര ചിന്തകളൊന്നും ഞാൻ പങ്കുവയ്ക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ട ചില പ്രായോഗികമായ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5 ചോദ്യങ്ങൾക്ക് നാം ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ ദൈവികമായ വഴിയിലൂടെയാണോ, യേശുവിലേക്കുള്ള വഴിയിലൂടെയാണോ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലൂടെയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിനുവേണ്ടി നാം ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി എടുക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. Gospel of Mark chapter 16 verses 15 to 19. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ബൈബിൾ ഉള്ളവരെല്ലാം ദയവായി ബൈബിൾ തുറന്നത് വായിക്കണം. ഞാൻ വായിക്കാം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ദൈവ വചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നാം സഞ്ചരിക്കുന്ന ഈ ക്രൈസ്തവ പാത, ക്രൈസ്തവ ജീവിതത്തിന്റെ ഈ മാർഗം, അത് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുമോ ഇല്ലയോ എന്നത് ഇന്ന് കേട്ട വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കാൻ പോവുകയാണ്. വളരെ പ്രായോഗികമായ ചില ചിന്തകളാണ്. ആരാണ് രക്ഷിക്കപ്പെടുന്നത്? വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. രക്ഷിക്കപ്പെടുക എന്നതുകൊണ്ട് നിത്യജീവൻ നേടുക എന്നതാണ് അർത്ഥമാക്കുന്നത്. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവൻ നിത്യജീവൻ സ്വന്തമാക്കും. അപ്പോൾ നിത്യജീവനിലേക്കുള്ള വഴി അന്വേഷിച്ച് ഇന്നലെ യേശുവിന്റെ അടുത്ത് പോയ ധനികനായ യുവാവിനെ ഓർക്കുക. അപ്പോൾ ഇവിടെ ആ വഴി നേടണമെങ്കിൽ, ആ നിത്യജീവൻ നേടണമെങ്കിൽ വിശ്വാസം ആവശ്യമാണെന്ന് യേശുദമ്പുരാൻ പറഞ്ഞു വെക്കുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ നീ ഈ വഴിയിലാണ്, നീ നിത്യജീവനിലേക്കുള്ള വഴിയിലാണ്. അത് എത്തിച്ചേരുന്നത് സ്വർഗരാജ്യത്തിലാണ്, ദൈവരാജ്യത്തിലാണ്, നിത്യജീവനിലാണ്. അപ്പോൾ നാം ഈ വിശ്വാസത്തിന്റെ ഈ നിത്യജീവന്റെ വഴിയിലാണോ എന്ന് അറിയാൻ വേണ്ടി യേശു പറയുകയാണ്, വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഈ വഴിയിലൂടെയാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ നിന്റെ മേൽ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അതിനുശേഷം 5 കാര്യങ്ങൾ യേശു പറയുകയാണ്. എന്തൊക്കെയാണത്? പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് ആ 5 അടയാളങ്ങൾ. ഇതാണ് ആ 5 മാനദണ്ഡങ്ങൾ. അപ്പോൾ നീ വിശ്വാസമുള്ളവനാണോ? വചനം പറയുന്നതനുസരിച്ച് നീ ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നവനായിരിക്കണം. നീ വിശ്വാസത്തിലൂടെ നിത്യജീവനിലേക്കുള്ള വഴിയിലാണോ? നിന്നിൽ ഈ 5 അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണ് ഈ 5 അടയാളങ്ങൾ? എന്താണ് അർത്ഥമാക്കുന്നത്? പിശാചുകളെ ബഹിഷ്കരിക്കുക, പുതിയ ഭാഷകൾ സംസാരിക്കുക, മാരകമായ എന്ത് കുടിച്ചാലും ഉപദ്രവിക്കുകയില്ല. വളരെ ലിറ്ററലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും സാധ്യമാകാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ദൈവശാസ്ത്രപരമായ ഭാഗത്തേക്ക് ഞാൻ പോകാതെ വളരെ പ്രായോഗികമായി നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ അടയാളം എടുക്കാം. എന്താണ് ഒന്നാമത്തെ അടയാളം? പിശാചുകളെ ബഹിഷ്കരിക്കും. നീ വിശ്വാസത്തിന്റെ പാതയിലാണോ, നിത്യജീവന്റെ പാതയിലാണോ? നീ പിശാചുകളെ ബഹിഷ്കരിക്കുന്നവനാണ്. എക്സോസിസത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്.
ചില പ്രാർത്ഥനകൾ നടത്തി പിശാചുകളെ ഇങ്ങനെ ഈ ധ്യാന ഗുരുക്കന്മാരൊക്കെ പുറത്താക്കുന്നത് പോലെ ഉള്ള ഒരു സംഭവത്തെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. നാം ചിന്തിക്കുന്ന 2 കൊമ്പും 1 വാലുമുള്ള ഒരു പിശാചിനെ കുറിച്ചല്ല ഇവിടെ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവുകയില്ല. എന്താണ് ഈ പിശാച് എന്ന് പറയുന്നത്? എന്താണ് ഈ പൈശാചികത എന്ന് പറയുന്നത്? ദൈവികതയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പൈശാചികത. ദൈവികതയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് പൈശാചികത. എപ്പോൾ പൈശാചികത ഒരിടത്തേക്ക് വരുന്നോ, എപ്പോൾ പിശാച് ഒരിടത്തേക്ക് വരുന്നോ, അവിടെ ദൈവികത നഷ്ടമാവുകയാണെന്ന് നമുക്കറിയാം. ധാരാളം ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്നെകൾക്ക് ദൈവജനമേ അറിഞ്ഞുകൊള്ളുക, ദൈവികതയെ നഷ്ടമാക്കുന്നത് പൈശാചികതയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നത് പിശാചാണെങ്കിൽ, പൈശാചികതയാണെങ്കിൽ, നിന്റെ ഭവനത്തിൽ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിശാചാണ്. ഇപ്രകാരം നിന്റെ കുടുംബത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും നിന്റെ കുടുംബത്തിലുണ്ടോ എന്ന് ചിന്തിക്കണം. കുടുംബമായി പ്രാർത്ഥിക്കാൻ തടസ്സം നിൽക്കുന്ന കാരണങ്ങൾ, കുടുംബമായി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ സാധിക്കാൻ നമ്മളെ അനുവദിക്കാത്ത കാരണങ്ങൾ, കൂദാശകൾ സ്വീകരിക്കാൻ നമുക്ക് തടസ്സമാകുന്ന കാരണങ്ങൾ, ഒരുമിച്ചിരുന്ന് ദൈവവചനം വായിച്ച് ധ്യാനിക്കുവാൻ നമ്മളെ അനുവദിക്കാത്ത കാരണങ്ങൾ, ഇപ്രകാരമുള്ള കാരണങ്ങൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ അറിഞ്ഞുകൊള്ളുക, ദൈവത്തിൽ നിന്നിൽ നിന്ന് അകറ്റുന്ന ഈ കാരണങ്ങൾ പിശാചാണ്. ജെന്യുവനായിട്ടുള്ള ചില കാരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കത് മനസ്സിലാകും. ഈ പിശാചുകളെ നീ ബഹിഷ്കരിക്കണം. ഒരു കുടുംബനാഥന്റെയും കുടുംബനാഥയുടെയും ആ കുടുംബത്തിലെ അംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണിത്. പ്രിയപ്പെട്ടവരെ, പിശാചുകളെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ഒന്നാമത്തെ മാനദണ്ഡത്തിന്റെ പ്രായോഗികമായ തലമാണിത്. ഇവയെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാൻ, ഈ പിശാചുകളെ, ഈ കാരണമാകുന്ന പിശാചുകളെ ബഹിഷ്കരിച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ നിനക്ക് സാധിക്കുമോ? ഇപ്രകാരം പിശാചുകളെ ബഹിഷ്കരിക്കുന്നവരാണോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ മാനദണ്ഡം എന്താണ്? പുതിയ ഭാഷകൾ സംസാരിക്കും. വെർണാക്കുലറായിട്ടുള്ള കൂടുതൽ ലാംഗ്വേജ് പഠിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ചല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലൂടെ നിത്യജീവന്റെ പാതയിലാണ് നീ സഞ്ചരിക്കുന്നതെങ്കിൽ നിന്റെ ഭാഷ മറ്റുള്ളവരുടെ ഭാഷയിൽ നിന്ന് വ്യത്യാസമുള്ളതായിരിക്കും. മറ്റുള്ളവന്റെ ഭാഷ ഒരുപക്ഷെ തമ്മിൽ തല്ലിപ്പിക്കുന്നതായിരിക്കാം, വിമർശനത്തിൻ്റെതായിരിക്കാം, അസമാധാനം സൃഷ്ടിക്കുന്നതായിരിക്കാം. പക്ഷേ കർത്താവിനെ നാവിൽ സ്വീകരിക്കുന്ന, കർത്താവിന്റെ തിരുരക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട നിന്റെ ഭാഷ അവരുടെ ഭാഷയിൽ നിന്ന് വ്യത്യാസമുള്ളതായിരിക്കണം. നിന്റെ ഭാഷ പുതിയ ഭാഷയായിരിക്കണം. സ്നേഹത്തിന്റെ പുതിയ ഭാഷ, അനുരഞ്ജനത്തിന്റെ പുതിയ ഭാഷ, ചെയ്തു പോയ തെറ്റിന് ക്ഷമ പറയുന്ന ഭാഷ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പ്രകാരം നാം വായിക്കുന്നില്ലേ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. എന്നെങ്ങൾക്ക് ദൈവജനമേ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അവരുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള പഴയ ഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷ അവരുടെ ഭാഷയിൽ നിന്ന് വ്യത്യാസമുള്ളതായിരിക്കണം. അതാണ് നിന്റെ പുതിയ ഭാഷ. യേശുവിനെ സ്വീകരിച്ച, യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും നാവിൽ സ്വീകരിച്ച നിന്റെ ഭാഷ ഇപ്രകാരം പുതിയ ഭാഷയാണോ? അതോ അവർ പറയുന്നതിനെല്ലാം ഒരിരട്ടി, രണ്ടിരട്ടി, മൂന്നിരട്ടി തിരിച്ചു പറയുന്നതാണോ? നാം ചിന്തിക്കണം. ഇപ്രകാരം പുതിയ ഭാഷകൾ നീ സംസാരിക്കുന്നുണ്ടോ?
മൂന്നാമതായി വചനം പറയുന്നത് സർപ്പങ്ങളെ കയ്യിലെടുക്കും. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിക്കുമ്പോൾ സർപ്പം എന്നത് മനുഷ്യന്റെ ശത്രുവായിട്ട് ചിത്രീകരിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലും സർപ്പത്തെ മനുഷ്യന്റെ ശത്രുവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സർപ്പങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളത് കൊണ്ട് നാം അർത്ഥമാക്കുന്നത് നീ നിന്റെ ശത്രുക്കളെ കയ്യിലെടുക്കാറുണ്ടോ? നിന്റെ ശത്രുക്കളെ നീ സ്വന്തമാക്കാറുണ്ടോ? വചനം പറയുകയാണ്, നീ നിത്യജീവന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, നീ യേശു കാണിച്ചു തന്ന വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, നീ നിന്റെ ശത്രുക്കളെ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക. അവനതിന് കൃത്യമായ ഉദാഹരണം കാണിച്ചു തന്നിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലോകം മുഴുവൻ നേടിക്കഴിഞ്ഞവൻ, എല്ലാ ആത്മാക്കളെയും നേടിക്കഴിഞ്ഞിട്ട് തന്നെ ചാട്ടവാറടിച്ച, തന്റെ കൈകളിലും കാലുകളിലും ആണിപ്പഴുതുകൾ ഉണ്ടാക്കിയ, തന്റെ മുഖത്ത് തുപ്പിയ, തന്റെ വാശത്തിൽ തന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് മുറിവുണ്ടാക്കിയ, തന്റെ ചുറ്റും നിൽക്കുന്നവരെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അവൻ ശത്രുക്കളെ കയ്യിലെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ സർപ്പങ്ങളെ കയ്യിലെടുക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അറിഞ്ഞുകൊള്ളുക, ഇപ്രകാരം സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നവരാണോ നമ്മൾ? നീ ദൈവരാജ്യത്തിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നീ നിന്റെ ശത്രുക്കളെ സ്വന്തമാക്കി സാധിക്കും. നാലാമതായി, മാരകമായ എന്ത് കുടിച്ചാലും അത് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. മാരകമായ എന്ത് കുടിച്ചാലും അത് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നതിനെയാണല്ലോ മാരകമായ പാനീയം അല്ലെങ്കിൽ മാരകമായ ഒരു സാധനം എന്ന് നാം പറയും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന ചില മാരകമായ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമ്മുടെ ചുറ്റും നിന്നും, നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും, നമ്മുടെ അയൽക്കാരിൽ നിന്നുമെല്ലാം നമുക്കുണ്ടാകാറുണ്ട്. ശാരീരികമായ ഉപദ്രവങ്ങളാകാം, സാമ്പത്തികമായ ചില ചതിവുകളാകാം, അല്ലെങ്കിൽ കുടുംബപരമായ ചില പ്രയാസങ്ങളിലൂടെ ആയിരിക്കാം. പക്ഷേ നിന്നിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. മാരകമായ എന്തെങ്കിലും കുടിച്ചാൽ അത് നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മാരകമായതിനേക്കാൾ ശക്തിയുള്ളത് എന്തോ നിന്റെ ഉള്ളിലുണ്ട് എന്നതാണ്. കൂദാശകളിലൂടെ നീ സ്വീകരിക്കുന്ന നിന്റെ യേശു തമ്പുരാൻ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആരൊക്കെ നിന്നെ ചീത്ത വിളിച്ചു കൊള്ളട്ടെ, ആരൊക്കെ നിനക്കെതിരെ പറഞ്ഞു കൊള്ളട്ടെ, ആരൊക്കെ നിന്നെ ബുദ്ധിമുട്ടിച്ചു കൊള്ളട്ടെ, അതൊന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. പ്രൊവൈഡഡ് ക്ലോസ് ഉണ്ട് അവിടെ. യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഇപ്രകാരം യേശു സ്വന്തം ഉള്ളിലുള്ളവർക്ക് അത് മനസ്സിലാകും. അവര് ഈ തിരിച്ചു പറയുന്നതൊന്നും എല്ലാം പറയാനൊന്നും പോകത്തില്ല. രണ്ടടിച്ചാൽ ആരും തിരിച്ചടിക്കാനൊന്നും പോകത്തില്ല. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അറിഞ്ഞുകൊള്ളുക, ഇപ്രകാരം മാരകമായത് ഒന്നും നിന്നെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അത് നിന്റെ ശത്രുക്കളുടെ വാക്കുകളാകാം, ചില ചീത്തവിളികളാകാം, ചില പരദൂഷണങ്ങളാകാം, നിന്നെക്കുറിച്ച് നീ ചെയ്യാത്ത കാര്യങ്ങൾ ലോകം മുഴുവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാകാം, നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതാകാം. അങ്ങനെ എന്തൊക്കെ മാരകമായി ചെയ്താലും അതൊന്നും നിന്നെ ബാധിക്കുന്നില്ലെങ്കിൽ, യേശുവിന്റെ നാമത്തെ പ്രതി അത് നിന്നെ ബാധിക്കുന്നില്ലെങ്കിൽ, നീ നിത്യജീവന്റെ പാതയിലാണ്. മാരകമായത് ഒന്നും നിന്നെ ഉപദ്രവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി ഇവിടെ പറയുന്നത്, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. രോഗശാന്തിയെ കുറിച്ചല്ല. രോഗശാന്തിയെ കുറിച്ചായിരുന്നുവെങ്കിൽ അത് അപ്രകാരമായിരുന്നില്ല എഴുതേണ്ടത്.
രോഗികളുടെ മേൽ നീ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. സുഖം പ്രാപിക്കുകയാണ്, നീ സുഖം നൽകുകയല്ല. സൗഖ്യം നൽകുന്ന തമ്പുരാനാണ്. അപ്പോൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കാനുള്ള ഒരു മനസ്സ് നിന്റെ അടുത്ത് ഉണ്ടാകണമെങ്കിൽ നീ രോഗികളെ സ്വന്തമാക്കുന്നവനായിരിക്കണം, രോഗികളെ സന്ദർശിക്കുന്നവനായിരിക്കണം. ഇത് ശാരീരികമായ ഒരു രോഗത്തെ കുറിച്ചല്ല പറയുന്നത്. ശാരീരികമാകാം, മാനസികമാകാം, ആത്മീയമാകാം. ഇപ്രകാരം ശാരീരികമോ മാനസികമോ ആത്മീയവുമായി ആരെങ്കിലും രോഗാവസ്ഥയിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടാകണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറയുന്ന കർത്താവിന്റെ ആ വലിയ കൽപ്പനയുടെ മറുപുറമാണിത്. നീ രോഗികളുടെ മേൽ കൈകൾ വെക്കണമെങ്കിൽ വീട്ടിലിരുന്നാൽ അത് നടക്കത്തില്ല. നിന്റെ ഇടവകയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കമ്മ്യൂണിറ്റിയിൽ, നിന്റെ കൂട്ടായ്മയിൽ ഒരു വ്യക്തി ശാരീരികമായോ മാനസികമായോ പ്രയാസപ്പെടുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ പോയി അവന്റെ തോളിൽ തട്ടി, മകനെ, നിന്റെ കൂടെ കർത്താവുണ്ട്, നിന്റെ ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു എന്ന് പറയാനുള്ള ഒരു മനോധൈര്യം, ഒരു മനസ്സിന്റെ തുറവി നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ നീ നിത്യജീവന്റെ പാതയിലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വ്യക്തമായി കാണും, ഇതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പള്ളിയിൽ പോയതുകൊണ്ടോ, പ്രാർത്ഥിച്ചതുകൊണ്ടോ, കുർബാനകൾ സ്വീകരിച്ചതുകൊണ്ടോ, കൂദാശകൾ സ്വീകരിച്ചതുകൊണ്ടോ, ധ്യാനങ്ങൾ കൂടിയതുകൊണ്ടോ, തിരുനാളുകൾ കൂടിയതുകൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നതല്ല നിത്യജീവൻ, സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. ചില പ്രവർത്തികളല്ല, നിന്റെ വ്യക്തിത്വമാണ്. ഇന്നലെ നാം അതാണ് കണ്ടത്, ഇന്ന് നാം അതാണ് കണ്ടത്. നിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന 5 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. നിന്റെ കുടുംബത്തിൽ ദൈവത്തെ നിന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കാനുള്ള ആർജവത്വം നീ കാണിക്കണം. സാമൂഹ്യ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായം 13-ാം തിരുവചനം എടുത്ത് വായിക്കണം. തന്റെ മക്കൾ ദൈവദൂഷണം പറയുന്നു എന്ന് അറിഞ്ഞിട്ടും ഏലി പുരോഹിതൻ അവരെ തിരുത്തുന്നില്ല. അത് അവനെതിരെയുള്ള കുറ്റമായി ദൈവം ആരോപിക്കുകയാണ്. അപ്പോൾ നിന്റെ കുടുംബത്തിലുള്ള പൈശാചികതയെ പുറത്താക്കാൻ ഓരോ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും കുടുംബത്തിലെ അംഗങ്ങൾക്കും സാധിക്കണം. അവിടെ ഒരു വ്യക്തിത്വം രൂപപ്പെടുകയാണ്. പുതിയ ഭാഷകൾ നീ സംസാരിക്കണം. മറ്റു ഭാഷകൾ, മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് നിന്റെ ഭാഷ. നിന്നെ ചീത്ത വിളിക്കുന്നവനോട് നീ തിരിച്ചും ചീത്ത വിളിക്കുകയാണെങ്കിൽ എന്ത് വ്യത്യസ്തതയാണ് ഉള്ളത്. നീ പുതിയ ഭാഷകൾ അപ്രകാരം സംസാരിക്കുമ്പോൾ വ്യക്തിത്വം രൂപപ്പെടുകയാണ്. സർപ്പങ്ങളെ കയ്യിലെടുക്കും. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ നിനക്ക് എപ്പോൾ സാധിക്കുന്നുവോ, നിന്റെ ശത്രുക്കളെ സ്വന്തമാക്കാൻ നിനക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ നീ യഥാർത്ഥ ദൈവത്തിങ്കിലേക്കുള്ള പാതയിലാണ് നിനക്ക് പറയാൻ സാധിക്കൂ. അത് ഒരു വ്യക്തിത്വത്തിന്റെ കഴിവാണ്. മറ്റുള്ളവർ നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞു കൊള്ളട്ടെ, നിന്റെ അയൽക്കാരാകാം, നിന്റെ കുടുംബത്തിലുള്ളവരാകാം, നിന്റെ ഭാര്യയാകാം, ഭർത്താവാകാം, നിന്റെ മാതാപിതാക്കളാകാം, മക്കളാകാം, എന്തും പറഞ്ഞു കൊള്ളട്ടെ, അതൊന്നും നിന്നെ ബാധിക്കാൻ പാടില്ല. കാരണം അതിനേക്കാൾ ശക്തിയുള്ള യേശു തമ്പുരാൻ നിന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി അത് വിശ്വസിക്കണം. ആ വിശ്വാസം അത് നമുക്ക് വേണം. രോഗികളുടെ മേൽ കൈകൾ വെക്കണം. നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ ചുറ്റുമുള്ള പ്രയാസപ്പെടുന്നവരെ കണ്ടില്ല നടിച്ചുകൊണ്ട് ഒരിക്കലും നിത്യജീവന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതരുത്. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു തമ്പുരാനെ, ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവേ, തോമാസ് ശ്ലീഹ ഞങ്ങൾക്ക് കാട്ടിത്തന്ന വഴിയിലൂടെ ദൈവരാജ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ യാത്രയിൽ ഞങ്ങൾക്ക് പറ്റിപ്പോയ പാളിച്ചകളെ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നിന്റെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സഞ്ചാരി എന്ന നിലയിൽ എനിക്കുണ്ടാവേണ്ട
ചില ഗുണങ്ങൾ എന്താണെന്ന് നീ ഇന്നത്തെ തിരുവചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്തിന് നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, പലപ്പോഴും കുർബാനകൾ കാണുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമെല്ലാം സ്വർഗരാജ്യത്തിലേക്കുള്ള പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥമായ പാത അത് എൻ്റെ വ്യക്തി ജീവിതത്തെ നിന്റെ തിരുവചനത്തിനനുസൃതമായി മാറ്റിയെടുക്കുമ്പോഴാണ് എന്നുള്ള സത്യം ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കർത്താവേ, ഇനിയുള്ള എൻ്റെ ആത്മീയ ജീവിതമെല്ലാം ഇന്ന് കേട്ട തിരുവചനത്തിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് രൂപപ്പെടുത്തുവാനുള്ള കഴിവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ കുടുംബത്തിൽ കാണുന്ന തെറ്റുകളെ തെറ്റായി അംഗീകരിച്ചുകൊണ്ട് അതിനെ തിരുത്തുവാനുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എന്റെ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിത്യജീവനിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. കർത്താവേ, എന്റെ ശത്രുക്കളോട് അവരെ ശത്രുക്കളായി കണ്ട് അവരോട് പ്രതികാരം ചെയ്യാനോ അവരോട് വിദ്വേഷത്തിൽ നിലനിൽക്കാനോ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുകയാണ്. കർത്താവേ, ആരെങ്കിലും എനിക്ക് എതിരായി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നെ പ്രയാസപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് പോകത്തക്ക രീതിയിൽ ഞാൻ എന്നെ തന്നെ ആ സാഹചര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുകയാണ്. എന്റെ ചുറ്റുമുള്ള എന്റെ സഹോദരങ്ങൾ മാനസികവും ശാരീരികവുമായ രീതിയിൽ പ്രയാസപ്പെട്ടപ്പോൾ അവർക്കെതിരെ ഞാൻ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ഓർത്ത് ഞാൻ ഇന്ന് നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. തുടർന്ന് വിശുദ്ധ കുർബാനയിൽ ആത്മീയമായി പങ്കെടുക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ള പാതയിൽ എനിക്ക് തടസ്സമായി നിന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും കർത്താവേ, നിന്റെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെ മുമ്പാകെ അടിയറവ് വെച്ചുകൊണ്ട് ഒരു പുതിയ വ്യക്തിത്വം സ്വീകരിക്കുവാൻ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ശ്ലീഹാ വഴി സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ.